നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിസംബർ മാസം നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എക്സാം നടക്കുന്ന ഡേറ്റ് 12-ാം മാസം, അതായത് ഡിസംബർ 6-ാം തീയതിയാണ്, സാറ്റർഡേ ആണ് നടക്കുന്നത്. ഓരോ ജില്ലയിലും അപേക്ഷിച്ചിട്ടുള്ളവരുടെ എണ്ണം കൂടെ നമുക്ക് നോക്കിയതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, സിലബസ് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന സിലബസ് ഒക്കെ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 32,731 പേരും, അതുപോലെ എറണാകുളം ജില്ലയിൽ 23,052 പേരും, തൃശൂർ ജില്ലയിൽ 20,310 പേരും, പാലക്കാട് ജില്ലയിൽ 21,289 പേരുമാണ് അപേക്ഷിച്ചിരിക്കുന്നത്. സിലബസ് കുറെ നാളുകളായിട്ടുള്ള സെയിം സിലബസ് തന്നെയാണ്. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, അതുപോലെ ബയോളജി, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 4, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കൂട്ടി 6, കലാകായികം 4 മാർക്കും, ആനുകാലിക വിഷയങ്ങൾ അതായത് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, മാത്സ് 10, ജനറൽ ഇംഗ്ലീഷ് 10, മലയാളം 10, സ്പെഷ്യൽ ടോപ്പിക് 20 ആണ്. ഇവിടുത്തെ സ്പെഷ്യൽ ടോപ്പിക് ജസ്റ്റ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്ന് പറയാം. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന 9 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഫയറും ഫസ്റ്റ് എയ്ഡ്, അതായത് ഫയറിന് 9, ഫസ്റ്റ് എയ്ഡിന് 9 മാർക്ക്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2 മാർക്കിനാണ്. ഓക്കെ, അപ്പം ഈ 2 സെക്ഷനായിട്ട് ഫയറിനും ഫസ്റ്റ് എയ്ഡിനുമായിട്ടാണ് 18 മാർക്ക്, പിന്നെ 2 മാർക്കിന് നമ്മുടെ IT ആക്ടും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം താരതമ്യേന എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുന്ന ഒരു എക്സാം തന്നെയാണിത്. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാറ്റഗറി നമ്പർ 20/2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അപ്പൊ നമുക്ക് GK പോർഷൻസ് ഒന്ന് നോക്കാം. GK പോർഷൻസ് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം ഒന്ന് നോക്കി എന്താണ് ക്വസ്റ്റ്യന്റെ ഒരു കിടപ്പ്. അപ്പൊ നമുക്കിനി നോക്കുവാണെങ്കിൽ ഇതിലേക്ക് ഒരു 2 മാസത്തെ സമയമുണ്ട്. അപ്പൊ പഠിക്കാനുള്ള സമയം എല്ലാവർക്കും ഉണ്ട്. അപ്പം വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടത്: 1, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 2, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. 3, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയായിരുന്നു കാർട്ടർ സമ്പ്രദായം അഥവാ കാർട്ടർസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പം ഇത് ചോദിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ ആദ്യത്തെ ടോപ്പിക് യൂറോപ്യൻസിന്റെ അറൈവലിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2, ഇവിടെ കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാലഗണന പ്രകാരം ക്രമീകരിക്കാനാണ് സംഭവങ്ങളെ പറഞ്ഞിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇതിനെ സംഭവങ്ങളുടെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ്. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. 3, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ആവാദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭുവാണ്. 4, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, മോഡറേറ്റ്. അടുത്തത്, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിൽ നൽകപ്പെട്ട രഹസ്യനാമം ഏതായിരുന്നു? ഓപ്ഷൻ സി ഓപ്പറേഷൻ ബാർബറോസ. 6, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതാണ്? ഓപ്ഷൻ ഡി കൊൽക്കത്ത. 7, ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്. ഭൂമധ്യരേഖയിലെ കോറിയോലിസ് ബലം ഏതാ? ഓപ്ഷൻ ഭൂമധ്യരേഖയില് 0 ആണ് അല്ലെ. ഭൂമധ്യരേഖയില് കോറിയോലിസ് ബലം മീൻസ് അറിയാലോ, അത് 0 ആണ്. 8, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിംഗ്രണൈസ്ഡ് ഉപഗ്രഹം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, IRS-1A. താഴെ തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ഭാരതപ്പുഴ. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ബലം ഏതൊക്കെയാണ്? അതായത് ഭൂവൽക്കത്തിലെ ഫലകങ്ങൾ, പ്ലേറ്റ്സ് ടെക്ടോണിക്സ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബലം താഴെ പറയുന്നവയിൽ ഓപ്ഷൻ എ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ്.
11 സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻ ബി എൽ നിനോ. ലാനിനോ എൽ നിനോ പഠിക്കണേ. 12 കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. ഓപ്ഷൻ സി തമിഴ്നാട്. 13 കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയായിരുന്നു. ഓപ്ഷൻ ഡി PM ആശാ യോജന. 14 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഏതൊക്കെയാണ് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എല്ലാം ശരിയാണ്. അടുത്തത് ആദ്യത്തെ 50 വർഷ കാലയളവിൽ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതായത് ശരിയായിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകളുണ്ട്? 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 2, 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഏതൊക്കെയാണ് ഇവിടെ ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 16 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി വയനാട്. 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി എല്ലാം. ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫിന്റെ നിരക്ക് കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. 18 താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം. അതായത് കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ് എന്നുള്ളത് തെറ്റാണ്. ബാക്കി ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. അത് രണ്ടും ശരിയാണ്. 19 ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത്. ആദ്യത്തെ ലിഖിത ഭരണഘടന. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷം 11 മാസം 18 ദിവസം. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട്. ഏതൊക്കെയാണ് സവിശേഷതയിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. 1, 3, 4 ഉൾപ്പെടുന്നില്ല. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെയാണ്. 20 ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മത നിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഏതിന്റെ മുമ്പിലാണ് ഇത് ചേർത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി പ്രിയാമ്പിൾ. അടുത്തത് ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾസ് ആണ്. ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസം, മൗലികാവകാശം. എല്ലാവരും എഴുതുന്ന ആൻസർ ആണിത്. ഓപ്ഷൻ ബി ആണ്. ബാലവേല നിരോധനം വകുപ്പ് 24, ആർട്ടിക്കിൾ 24. സ്വത്തവകാശം 300A ആണ്. അവസര സമത്വവുമായിട്ട് ബന്ധപ്പെട്ടത് വകുപ്പ് 16. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ടുള്ളത് 21A. 22 താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ഏകീകൃത നിയമ സംവിധാനം, മൗലിക കടമ, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. ഇതിനകത്ത് വകുപ്പ് കൊടുത്തിട്ടുള്ളത് ചിലത് തെറ്റാണ്. ചിലതല്ല, ഒരെണ്ണം തെറ്റാണ്. അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. മൗലിക കടമകൾ അത് തെറ്റാണ്. എ എന്നുണ്ട് അല്ലെ. ബാക്കിയെല്ലാം ശരിയാണ്. 23 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റിയിട്ട് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിക്കാം. ഇവിടെ തനത് അധികാരത്തിൽ പെടാത്തത് ഓപ്ഷൻ എ, സി ആൻഡ് ഡി. അപ്പീൽ അധികാരം, ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം തനത് അധികാരം അല്ല. ബാക്കി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുക, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുക അതിനകത്ത് പെടുന്നതാണ്. അടുത്ത യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഓപ്ഷൻ ഡി പൊതുജനാരോഗ്യമാണ്. 25 മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 50% ആയി പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാ? ഓപ്ഷൻ എ ആണ്. 91-ാം ഭേദഗതി. ദെൻ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ കമ്മിറ്റികളാണ് ചോദിച്ചിരിക്കുന്നത്. PK തുങ്കൻ കമ്മിറ്റി, ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. കേൾക്കുമ്പോൾ തന്നെ അറിയാം പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താ? ഒന്നാമത്തെ PK തുങ്കൻ കമ്മിറ്റി അല്ലെ, വർഷമാണ് ചോദിച്ചിരിക്കുന്നത് 1989. ദെൻ ബൽവന്തറായ് മേത്ത കമ്മിറ്റി 1957 ആണ്. അശോക് മേത്ത കമ്മിറ്റി 1977. LM സിംഗ്വി കമ്മിറ്റി 1986. 27 കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാരിന്റെ പ്രസ്ഥാനം ഏതാണ്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാരിന്റെ പ്രസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയൊന്നുമല്ല, എല്ലാം വരുന്നതാണ്. ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില,
ഇൻഫർമേഷൻ കേരള മിഷൻ. ഇതെല്ലാം തന്നെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 28 താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA-യുടെയാണ്? MP രാജേഷ് കളമശ്ശേരി, P രാജീവ് ബേപ്പൂർ, PA മുഹമ്മദ് റഷീദ് ആറന്മുള, വീണ ജോർജ് തൃത്താല. അത് തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഒറ്റയടിക്ക് തന്നെ എല്ലാവർക്കും ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്. 29 നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയ ദിനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ മാസം 20. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. നിയമനിർമ്മാണ പ്രക്രിയ: ഒന്നാം വായന, റിപ്പോർട്ടിംഗ് ഘട്ടം, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, മൂന്നാം വായന. പെട്ടെന്ന് തന്നെ കിട്ടും. ഓപ്ഷൻ എ ആണ്. എങ്ങനെയാണ്? ഒന്നാം വായന, അതിനുശേഷം രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന. അടുത്ത 31 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, പ്രൊഹിബിഷൻ നിലനിർത്തുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, കോ വാറന്റോ എന്ത് അധികാരത്തിൽ. അപ്പം ഇത് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇത് ശരിയാണ്, മാൻഡമസ് ശരിയാണ്, കോ വാറന്റോ ശരിയാണ്. ഇത് മാത്രം തെറ്റാണ്. 32 4Ds അതായത് 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി പെലഗ്ര. 33 AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ ഈ പറയുന്നതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ബി പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. അടുത്ത 34 ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി പൊട്ടാസ്യം. 35 മനുഷ്യ ശരീരത്തിൽ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മെലാട്ടോണിൻ. 36 അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. ഓപ്ഷൻ സി പരിരക്ഷ. 37 1987 വായു മലിനീകരണവും തടയല് അതായത് നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ശബ്ദം. 38 ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും ഇത് എറിയുന്നു. അപ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗം ലംബീയ പ്രവേഗത്തെക്കാൾ കൂടുതലാണ്. ലംബീയ പ്രവേഗം 0ആണ്. പ്രൊജക്ടൈൽ മോഷനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമായിരിക്കും. അടുത്തത് എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഭൂമിയുടെ പലായന പ്രവേഗം, പരമാവധി പരിക്രമണം ചെയ്യുന്ന, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. പഠിക്കാത്തവർ അതൊക്കെ പഠിക്കുക. വി എന്നത് ഭൂമിയുടെ പലായന പ്രവേഗത്തെയും വിഒ എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിച്ചാൽ അവ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ BE = √2VO എന്നുള്ളതാണ് ആൻസർ. 40 ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, അതിന്റെ പകുതി 12 സെന്റിമീറ്റർ. 41 താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ മാത്രം ഒന്ന് പറയട്ടെ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. 42 താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായിട്ടുള്ളത് എടുത്തെഴുതുക. അത് ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടിക പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് 6-ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന് pH മൂല്യം 7-ൽ കൂടുതലാണ്. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തത് തെറ്റാണ്. അപ്പൊ കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ലിമേഷൻ പഠിച്ചിട്ടില്ലേ, ഡയറക്റ്റ് അങ്ങ് എന്തായിട്ട് മാറുകയാണ്? ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അടുത്ത 43 അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഏതാണ്? 43 ഓപ്ഷൻ ബി ആണ്, ചാൾസ് നിയമമാണ്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 108 ഗ്രാം. ഇതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അത് ഗാഡ്രോ നമ്പർ ഒക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ. 45 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ സി 2019-ലാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, പണ്ടോട്ട് സ്ഥിരം ചോദ്യമാണ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. കാലഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി IM വിജയനാണ്. 48
ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത് ആരാണ്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി ആണ് സലീം കുമാർ. നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ ഡി ആണ് ആടുജീവിതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതമായിട്ടുള്ള ക്രിക്കറ്റർ ആണ്? ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ 50 GK ക്വസ്റ്റ്യൻസ് ആണ്, നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ വേഗത്തിൽ ഒന്ന് നോക്കാം. താഴെ പറയുന്നതിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ജലമാണ്. ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകമാണ് ജലം എന്ന് പറയുന്നത്. 82 ശരിയായിട്ടുള്ളത് ഏതാണ്? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കൂടുതലാകുന്നു, അതുപോലെ ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞതാവുന്നു. ആൻസർ മാത്രം പറയാം, ഓപ്ഷൻ ബി ആണ്. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാവുന്നു. 83 ഒരു യൂണിറ്റ് മാസമുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ നമ്മളൊരു പേര് വിളിക്കും. ഇത് കൊച്ചു ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചാണ്. ഓപ്ഷൻ സി എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അഥവാ വിശിഷ്ട താപധാരിത. 84 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫ്യൂവൽ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ ആണ് സ്റ്റാർവേഷൻ. 85 താഴെ കൊടുത്തിരിക്കുന്നത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് താപപ്രസരണം നടത്തുന്നത് ഏത് വിധത്തിലാണ്? ഓപ്ഷൻ സി റേഡിയേഷൻ അഥവാ വികിരണമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ സി മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. 87 പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി ബന്ധപ്പെട്ട് പാസിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പുൾ, എയിം, സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. 88 താഴെ കൊടുത്തിരിക്കുന്നതിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള എക്സ്റ്റിംഗ്വിഷിംഗ് മീഡിയം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫോം ആണ്, പതയാണ്. 89 ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്നും LPG ലീക്ക് ആയാൽ അത് ഗന്ധം തിരിച്ചറിയുന്നതിന് LPOGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ അഥവാ എഥനത്തിയോൾ എന്ന് പറയും. 90 ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് CPRന്റെ ശരിയായ പൂർണ്ണരൂപം. ഓപ്ഷൻ സി കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. 91 താഴെ കൊടുത്തിരിക്കുന്നതിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശം എന്താ? തൊട്ടുമുകളിൽ പറഞ്ഞതേ ഉള്ളൂ, ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുക. 92 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. 92 ഓപ്ഷൻ ഡി ആണ്. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് കൈകാലുകൾ നീർക്കെട്ട് പ്രകടമാക്കുക. 94 താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ്. വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന ബ്ലിസ്റ്റേഴ്സ് അഥവാ കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ചു കളയണം, അല്ല പൊട്ടിച്ചു കളയരുതെന്ന് പറഞ്ഞു. സോ അതാണ് ശരി. ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദ്യം. AEDയുടെ പൂർണ്ണ രൂപമാണ് ഓപ്ഷൻ ബി ആണ്, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. 96 താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. 97 താഴെ കൊടുത്തിരിക്കുന്നതിൽ പാമ്പ് കടി ഏറ്റതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് എല്ലാം. പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങിയതിന്റെ പാട് കാണും, കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന, കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും, മനം പുരട്ടലും ഛർദിയും വരാം. 98 മുറിവിൽ നിന്നും രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതി ഇല്ലാതെ കണ്ടെത്താനും നശിപ്പിക്കാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകർ വിനു ശ്രമിച്ചു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് വേറൊരാളാണ്, വരുണാണ്. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ട് വൈറസ് തലത്ത് നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ്? IT ആക്ട് 2000 പ്രകാരം ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവ നാശനഷ്ടം വരുത്തി. 100 ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, സ്വകാര്യ വിവരങ്ങൾ ഫോൺ മുഖേന ഇമെയിൽ മുഖേനയൊക്കെ ചോർത്തിയിട്ട് പൗരന്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യത്തിന്റെ പേരെന്താ? ഓപ്ഷൻ എ ആണ് തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യന്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നിങ്ങളെല്ലാം നോക്കിയിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. GK പോർഷൻസിലേക്ക് ഇപ്പം 2024-25 നടന്നിട്ടുള്ള LDC പോലെയുള്ളതായിക്കോട്ടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ GK ക്വസ്റ്റ്യൻസിന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.